3 5 5 7 7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഇവിടെ നമുക്കറിയാം തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യകളാണ്. അതായത് 3, 5, 7 ഈ സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ അവയുടെ പവർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഒറ്റ സംഖ്യയായിരിക്കും. അതായത് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. അതുപോലെ 3 എടുത്തു കഴിഞ്ഞാൽ 27, അങ്ങനെ ഏത് സംഖ്യയായാലും ഒറ്റ സംഖ്യയായിരിക്കും. അതുപോലെ 5 എന്ന് പറഞ്ഞാൽ 5, 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. അതുപോലെ 7 എന്ന് പറഞ്ഞാൽ 7 ആണ്, 7 എന്ന് പറഞ്ഞാൽ 49 ആണ്. ആ സംഖ്യകളുടെ ഏത് പവർ എടുത്താലും എന്തായിരിക്കും? അതൊരു ഒറ്റ സംഖ്യയായിരിക്കും. ഇങ്ങനെയുള്ള ഒറ്റ സംഖ്യയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊരൊറ്റ സംഖ്യയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ശിഷ്ടം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇൻ കേസ് ഇപ്പോൾ നമുക്കതിന് പകരം 3 എന്നതിന് 5 എന്നതിനൊക്കെ പകരം ഒരു ഇരട്ട സംഖ്യയായിരുന്നു വന്നിരുന്നതെങ്കിൽ അതിന് 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. കാരണം ഇരട്ട സംഖ്യകളുടെ പവർ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഇരട്ട സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? അങ്ങനെയെങ്കിൽ ഇരട്ട സംഖ്യ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1.